നമ്മുടെ നാട്ടിലെ കുഞ്ഞു മക്കളൊക്കെ വിദ്യാരംഭം കുറിക്കുന്ന പ്രീ പ്രൈമറി ആൻഡ് LP സ്കൂളായിട്ടുള്ള GLP സ്കൂൾ കുത്തുപറമ്പിൻ്റെ 50 വാർഷികം പിന്നിട്ട് അർദ്ധ സെഞ്ചുറി പിന്നിട്ട് നിൽക്കുന്ന ഈ സമയത്ത് അതിൻ്റെ വാർഷിക പരിപാടിയിലാണ് കേട്ടോ ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ നമുക്ക് അവിടുത്തെ ഫൈനൽ പ്രോഗ്രാമായിട്ടുള്ള മെയ്വ് 2023-24 എന്നുള്ള പേരിൽ നടത്തപ്പെടുന്ന വാർഷിക പരിപാടിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോണത്. അപ്പോൾ സ്കൂളിൽ പ്രീ പ്രൈമറി ആൻഡ് LP സ്കൂളാണ്. എല്ലാ കുട്ടികൾക്കും പരിപാടികളുണ്ട്. അതോടൊപ്പം തന്നെ പരിപാടി വൈകുന്നേരം 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതിൻ്റെ സാംസ്കാരിക സമ്മേളനത്തിലെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കാണിക്കാൻ പോണത്. അപ്പോൾ ഇവിടുത്തെ ഗസ്റ്റായിട്ട് സുറുമി വയനാട് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വിശേഷങ്ങളും കുട്ടികളെ പ്രോഗ്രാമുകളൊക്കെ നമ്മൾ മറ്റൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. നമ്മുടെ സാംസ്കാരിക പരിപാടിയാണ് അടുത്തതായി നടക്കാനായി പോകുന്നത്. നമ്മുടെ പ്രിയങ്കരനായ ആരാധ്യനായ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയങ്കരായ നല്ലവരായ നാട്ടുകാർക്ക് GLP സ്കൂൾ കുത്തുപറമ്പ് വാർഷികാഘോഷ കമ്മിറ്റിയുടെ ഹൃദ്യമായ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. നമ്മുടെ പരിപാടികൾ ഉടൻ തന്നെ ആരംഭിക്കുന്നു. ഒരു കുലം ഒരു മതം ഒരു ദൈവം മനുഷ്യർക്കുന്നിൽ ഈ ലോകം. ഈ ലോകത്തിൽ ഒരു സൂര്യൻ ജീവൻ പകരാൻ ഒരു വായു. അഖില ചരാചര ചൈതന്യം പല പല പേരിൽ അറിയുമ്പോൾ യഹോവ ഈശ്വരൻ അല്ലാഹു തിരുനാമത്തിൻ പര്യായം. ഒരു കുലം ഒരു മതം ഒരു ദൈവം മനുഷ്യർക്കുന്നിൽ ഈ ലോകം. ഈ ലോകത്തിൽ ഒരു സൂര്യൻ ജീവൻ പകരാൻ ഒരു വായു. അന്ന് ഓലഷെഡിൽ ആരംഭിച്ച വിദ്യാലയം ഇന്ന് ഈ നിലയിൽ മികച്ച ഒരു വിദ്യാലയമായി, അരീക്കോട് സബ് ജില്ലയിലെ തന്നെ മികച്ച ഒരു വിദ്യാലയമായി വളർന്നിരിക്കുന്നു എന്ന കാര്യം ഏറെ സന്തോഷകരമാണ്. നമ്മുടെ സ്കൂള് 50 വർഷം പിന്നിടുകയാണ്. 50ാം വാർഷികാഘോഷ പരിപാടികളാണ് നമ്മളിപ്പോൾ സന്തോഷത്തോടു കൂടി ഇവിടെ നടത്തുന്നത്. ഈ സ്കൂളിൽ പഠിച്ചിട്ടുള്ള ഗവൺമെന്റ് സർവീസിലുള്ള ആളുകളുടെ സംഗമം, അങ്ങനെ ഒരുപാട് ഉന്നതരായിട്ടുള്ള പ്രതിഭകളെ വാർത്തെടുത്ത ഈ സ്ഥാപനത്തിൻ്റെ 50ാം വാർഷികം ആഘോഷിക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് അല്പസമയം ഈ സ്റ്റേജ് സാംസ്കാരിക സദസ്സിനായിട്ട് ഒഴിഞ്ഞു കൊടുത്തതാണ് എന്ന ബോധ്യം എല്ലാവർക്കും ഉണ്ട്. ഇതിൻ്റെ സംഘാടക സമിതിയെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. 50 വർഷം മുമ്പ് ഇങ്ങനെ 2023 50 വർഷം തികയുമ്പോൾ ഇങ്ങനെ ഒരു വലിയ ഉത്സവം ഇവിടെ നടക്കാൻ സാധ്യതയുണ്ട്. വലിയ പ്രഗത്ഭരായ അധ്യാപകരും വിദ്യാർത്ഥികളും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു സദസ്സുണ്ടായിരിക്കുമെന്നും 50 വർഷം മുമ്പ് ഈ സ്ഥാപനം തുടക്കം കുറിക്കാൻ സാധിച്ച ഒരാളും ഇത് ചിന്തിച്ചിട്ടില്ല. പ്രദേശത്തെ മുഴുവൻ ജനങ്ങളെയും ഞാൻ പ്രശംസിക്കുന്നു. ഈ ചടങ്ങ് 50ാം വാർഷികം വളരെ നന്നായി നടത്താൻ മുന്നോട്ട് വന്ന അധ്യാപകരെ, PTA ഭാരവാഹികൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, സംഘാടക സമിതി, ഇവിടുത്തെ ജനപ്രതിനിധികൾ എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഈ മിഴവ് 50ാം വാർഷികം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചു നിർത്തുന്നു. നന്ദി, ജയ്. ഒരു പറ്റം സുമനസ്സുകൾ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് നാം ഇന്ന് കാണുന്ന ഈ ഒരു വിദ്യാലയം. റിപ്പോർട്ട് വർഷത്തിൽ ഇംഗ്ലീഷ് മീഡിയം, മലയാളം മീഡിയം ക്ലാസ്സുകളിലായി
1 മുതൽ 4 വരെ 163 കുട്ടികളും പ്രീ പ്രൈമറിയിലെ LKG UKG ക്ലാസ്സുകളിലായി 60 കുട്ടികളും ഇവിടെ അധ്യയനം നടത്തുന്നു. സ്കൂളിൽ ഹെഡ് മാസ്റ്ററായി VP മത്തായി മാസ്റ്റർ, സഹാധ്യാപകരായി ജാഫർ മാസ്റ്റർ, അമീനുള്ള മാസ്റ്റർ, ഷമീമ ടീച്ചർ, ജുമൈലത്ത് ടീച്ചർ, സുജ ടീച്ചർ, തൻസീറ ടീച്ചർ, സമീമ ടീച്ചർ എന്നിവരും പാർട്ട് ടൈം സ്റ്റാഫായി ശ്രീമതി സുജാത എന്നിവരും സേവനം ചെയ്യുന്നു. പ്രീ പ്രൈമറിയിൽ അജിഷ ടീച്ചർ എന്തെങ്കിലും സ്ഥാപിക്കണമെന്ന ഒരു ആലോചനയുടെ പുറത്ത് ഇറങ്ങിത്തിരിച്ചതാണ് നമ്മുടെ ഈ ഭാരവാഹികളും നാട്ടുകാരും. അതിനുവേണ്ടി നിരന്തരം പ്രവർത്തിക്കുകയും അതിനുവേണ്ടി ഫണ്ട് ശേഖരിക്കുന്നതിൽ നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാരും കാരണവന്മാരും മറ്റു രക്ഷിതാക്കളും എല്ലാവരും അവരുടെ കഴിവിൻ്റെ പരമാവധി ഈ സ്ഥാപനത്തോടും ഇതിൻ്റെ ഫണ്ട് റൈസിനോടും വളരെ സഹകരിച്ചു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. തുടർന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിലേക്ക് ഫണ്ട് തികഞ്ഞിട്ടില്ലെങ്കിൽ ഇനിയും സമീപിക്കണമെന്ന് പറഞ്ഞ പലരുമുണ്ട്. അതൊക്കെ ഈ ഒരു സന്തോഷം ഒരു സന്തോഷം നിങ്ങളെയൊക്കെ അറിയിക്കുകയാണ്. അതുപോലെ ബഹുമാനപ്പെട്ട AEO വാർഷിക സപ്ലിമെന്റ് ഏറ്റുവാങ്ങുന്നു. താങ്ക് യു. മക്കളെങ്കിലും പഠിക്കാൻ ഒരു സ്ഥാപനം ഉണ്ടാവുന്നത് നല്ലതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അരീക്കോട് NV ഇബ്രാഹിം മാസ്റ്ററുടെ വസതിയിൽ വെച്ച് ബഹുമാന്യനായ CH മുഹമ്മദ് കോയ സാഹിബിനോട് ഞങ്ങൾക്കൊരു സ്കൂൾ വേണമെന്ന് വായ കൊണ്ട് മാത്രം ആവശ്യപ്പെട്ടതാണ്. പക്ഷേ 4 കൊല്ലം അതിന് വേണ്ടി പ്രവർത്തിക്കേണ്ടി വന്നു എന്നുള്ളത് വളരെയധികം പ്രയാസം പിടിച്ചൊരു കാര്യമായിരുന്നു. ആ പ്രവർത്തനത്തിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. അതിന് വേണ്ടി പ്രവർത്തിച്ച ആളുകളിൽ ഒരാൾ മാത്രമാണ് ഇപ്പോൾ ബാക്കിയുള്ളത്. മറ്റുള്ളവരെല്ലാം തന്നെ മൺമറഞ്ഞു പോയിരിക്കുന്നു. അവർക്കെല്ലാം തന്നെ നാഥൻ മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ്. നിവേദനം തീർച്ചയായിട്ടും പരിഗണിക്കപ്പെടും. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ്. തുല്യതാ പരീക്ഷയിൽ ഉയർന്ന സ്ഥാനം കൈവരിച്ച് നമ്മുടെ നാടിന്റെ അഭിമാനമായി മാറിയ ഹാബിദ് അലിയു അവരെ അജിത സി സമ്മാനം സ്നേഹോപഹാരം തുടർന്ന് ലിബ മെഹറി അവർക്ക് നമ്മുടെ സ്നേഹോപഹാരം നൽകുന്നു. നമ്മുടെ വാർഡ് മെമ്പർ ശ്രീമതി സൈനബ. ഈ പേര് നിർദ്ദേശിച്ചത് നമ്മുടെ ഒരു രക്ഷിതാവായിട്ടുള്ള ഷാക്കിയ ഷെറീഫ് എന്നിവരാണ്. അവർക്കുള്ള ഒരു സ്നേഹോപഹാരം വിതരണം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട SM ഷാക്കിയ ഷെറീഫ്. അതുപോലെ തന്നെ പ്രചാരക റമീസ മുജീബ് വിതരണം ചെയ്യുന്നത് നമ്മുടെ മുൻ പ്രധാന അധ്യാപകനും കൂടിയായിട്ടുള്ള ഇബ്രാഹിം മാസ്റ്റർ. നമ്മുടെ ഈ പരിപാടിയിൽ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഉമ്മമാർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു. ഇന്നലെ തൊട്ടടുത്ത സ്കൂളിൽ വാർഷികം ഉണ്ടായപ്പോൾ അവിടെ 100 കുട്ടികൾ താഴെയാണ് പഠിക്കുന്നത്. അവിടെ ഇന്നലെ 3 മണിയായിട്ടുണ്ട്. ഇവിടെ 200-ലധികം കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഈ മുഴുവന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. താങ്ക് യു. പിന്നെ ഇതിന് സഹകരിച്ച എല്ലാ നാട്ടുകാരെയും അതുകൊണ്ട് PTA ഭാരവാഹികളെയും അധ്യാപകരെയും എല്ലാവരെയും
ഒറ്റ വാക്കിൽ അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഒരുപാട് പരിപാടികളുണ്ട്. കുട്ടികൾ മാസങ്ങളായി വീടുകളിൽ ഇരുന്ന് പഠിച്ചതാണ്. നമ്മൾ ഓരോ രക്ഷിതാക്കളും കുട്ടികളെ പരിപാടി കണ്ടിട്ടും കേട്ടിട്ടും മാത്രമേ പോകാൻ പറ്റുള്ളൂ മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇതിൻ്റെ ശേഷമേ എല്ലാവരും പോകാവൂ എന്നും ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി ഞാൻ നിർത്തുന്നു. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും ഈ പ്രദേശത്ത് നടത്തി. ആ പരിപാടികളെല്ലാം വളരെ ഗംഭീരമായി ആളുകളുടെ സപ്പോർട്ട് കൊണ്ടും അത് വിജയിച്ചു. അതുപോലെ ഇന്നത്തെ അവസാനത്തെ പരിപാടിയായിരിക്കുന്ന ഇന്ന് നിങ്ങളാരും ഞങ്ങളുടെ ആരുടെയും മുഖം കാണാൻ ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങളുടെയൊക്കെ കുട്ടികളുടെ നല്ല കലാപരിപാടികൾ ആസ്വദിക്കാനാണ് നിങ്ങൾ വന്നത് എന്ന് എല്ലാവർക്കും അറിയാം. ഈ പ്രോഗ്രാം ഓടിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു 50-ാം വാർഷികത്തിൻ്റെ നമ്മുടെ വിദ്യാലയത്തിൻ്റെ ഏറ്റവും ഭംഗിയുള്ള 50-ാം വാർഷികം അതിൻ്റെ ഉദ്ഘാടന സെഷൻ ഇവിടെ സമാപിക്കുകയാണ്.